ഹലോ എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ആദ്യം ഇന്ന് പുറത്ത് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ എയർബിഎൻബി കാണിച്ചു തരാം. ഞങ്ങൾ ലിങ്കോൾസ് ലൈം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടുത്തെ ഈ വീട്, ഇതൊരു ഫ്ലാറ്റാണ്. അത് ഫസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. ഓക്കെ ഓക്കെ, ഫോണ്, കിച്ചൺ, ഓവൻ ഉണ്ട്. പിന്നെ ഇതാ ഞങ്ങൾക്ക് ഇങ്ങനത്തെ, നമ്മൾ ഏറ്റവും മുകളിലാണ് അല്ലേ, ഏറ്റവും 4th ഫ്ലോറിൽ ഏറ്റവും മുകളിലാണ് നമ്മൾ ഇത്. അതുകൊണ്ട് ഇത് ഈ ഫ്ലോറിൻ്റെ അല്ലെ മുകളിൽ ഇങ്ങനെ സ്ലാൻഡിങ് മേൽക്കൂരയാണ്. അപ്പം അതുകൊണ്ട് ഓക്കെ. കഴിഞ്ഞിട്ട് ഇതേ ഇവിടെയാണ്, ഇതാണ് സോഫ. ഇവിടെയാണ് നീല് ഇന്നലെ ഉറങ്ങിയത്, സ്ലീപ്പ് ചെയ്തത്. ഞങ്ങൾ രാവിലെ ഒരു ബോർഡ് ഗെയിം ഒക്കെ കളിക്കുകയായിരുന്നു. പിന്നെ ഇവിടെ ആസ് യൂഷ്വൽ എന്തൊക്കെയോ തപ്പിക്കൊണ്ടിരിക്കുന്ന അപ്പയുണ്ട്. ഹലോ ബാൽ. ഇതാ ഇനി നീല് അല്ല മോൻ കയറിക്കോ, അമ്മ വരാം. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ നമ്മളിത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് ഇറങ്ങുമ്പോൾ ഒക്കെ പെട്ടെന്ന് ചടപടയും താഴേക്ക് വരുമോ എന്നൊരു ടെൻഷനുണ്ട്. അതാ അവിടെയാണ് ഞാനും ബാലും കിടന്നത്. ചെറിയ ബെഡുണ്ട്. ഞങ്ങൾ ഈ കാണിക്കുന്ന എയർബിഎൻബി ലിങ്കോൾസ് ലൈം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ സ്ട്രാസ്ബോർഗിൽ നിന്ന് ഒരു ട്രെയിനിലൊക്കെ ആകുമ്പോൾ 10 minutes അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ എയർബിഎൻബി എടുത്തത് നമ്മൾ 4-5 days അവിടെ ഉള്ളതുകൊണ്ട് എയർബിഎൻബി എടുത്തേ. പക്ഷെ അവിടെ ഇപ്പം സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഇനി സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുക. അടുത്ത് തന്നെ ഒരു ലിഡിലുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇതാ ഞങ്ങളിപ്പോൾ ലിഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയായി കാണുന്നത്. ഇത് ശരിക്കും ഒരു ടിപ്പിക്കൽ ഒരു കുറേ ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഹൗസിങ് കോളനി പോലത്തെ അങ്ങനത്തെ സ്ഥലമാണ്. ഇങ്ങനെ ഭയങ്കര കാം ആയിട്ടുള്ളൊരു പ്ലേസാണ്. അങ്ങനെ കുറേ വീടുകളുണ്ട്. എല്ലാ വീട്ടിലും ആളുണ്ടായിട്ടും നമുക്ക് കുറച്ച് ഭയങ്കര ശാന്തതയാണ് അവിടെ മൊത്തം. ഞങ്ങളിപ്പം ഓബർണി പറഞ്ഞല്ലോ, ഓബർണി, OBERNAI, ഓബർണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മോൾ വില്ലേജിലുള്ളത്. ഇവിടെ 5 ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. ചെറിയ ചെറിയ മാർക്കറ്റാണ്, പക്ഷെ നല്ല രസമുണ്ടാവും ഇതുവഴി നടക്കാനും ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ. പിന്നെ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടില്ല ഇന്ന് ഉച്ചക്കത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ക്രിസ്മസ് മാർക്കറ്റിൽ നിന്ന് ചെറിയ ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതാ എനിക്ക് ആദ്യത്തെ വീഡിയോസ് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ക്യാമറയെ നോക്കി സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ ഒന്നും അറിയില്ല. പക്ഷേ ഞാനും നീലും സീരിയസ് ആയിട്ട് എടുക്കണം. ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെയുണ്ട്. ഇതൊക്കെ ഈ സ്ഥലം ഇത് കാണാൻ എനിക്കിതിൻ്റെ ഈ ട്രീയുടെ കാര്യം പറയുന്നത് ഹാരി പോട്ടർ പ്ലേസിലാണ് പോലും ഉള്ളത്. ഇത് ഹാരി പോട്ടറിലില്ലേ ഇങ്ങനത്തെ ഒരു ട്രീ, അതാ പറയുന്നത്. അടിപൊളി, നടക്കാൻ നല്ല. പിന്നെ അധികം ആൾക്കാരും ഇല്ല ഇവിടെ. ഇന്ന് ഭയങ്കര തിരക്ക് കുറവാണ്. ക്രിസ്മസ് തലേദിവസമല്ലേ എല്ലാവരും കുക്ക് ചെയ്യുകയും പാർട്ടി ഫാമിലീൻ്റെ ഒക്കെ കൂടെ വീട്ടിനകത്തിരിക്കുന്ന ദിവസമല്ലേ. മലയാളത്തിൽ പറ. കണ്ടല്ലോ എന്ത് ഒരു ക്രിസ്മസ് മാർക്കറ്റ് അല്ല, ഇവിടുത്തെ ഈ സ്ഥലത്തെ ഫസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റിലെത്തി അല്ലേ. അതിൻ്റെ എൻട്രൻസ് കാണാൻ നല്ല രസമുണ്ട്. കുറച്ച് ആളുകളേ ഉള്ളൂ. മറ്റേ സ്ട്രാസ്ബർഗ് പോലെ ഭയങ്കര ആളുകളില്ല. നീലിന് ഇതുപോലത്തെ കാഞ്ചാ നീലും ഇങ്ങനെ വന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടുത്തെ പല സാധനത്തിൽ നിന്ന് ഫോട്ടോ എടുക്കലുണ്ട്. ഇതാണ് ഫസ്റ്റ് ക്രിസ്മസ് മാർക്കറ്റ്. അത് ചെറുതാണ്. പോയി നോക്കാൻ നീലു എന്തൊക്കെയാ ഉള്ളതെന്ന്. എന്തൊരു ഇതെന്താ ചോക്ലേറ്റിന് തന്നെ എന്തോ ഇതാ അല്ലേ, അല്ലേടോ? ഷോപ്പാണോ അതോ എല്ലാവരും കുറേ പേരുണ്ടല്ലോ.
അതിൻ്റെ ഡെക്കറേഷൻസും കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ഇവിടുത്തെ ചോക്ലേറ്റ് നല്ലതായിരിക്കും. നമുക്കൊന്ന് ചുമ്മാ കയറി നോക്കാം. ബാ നീലു, ചോക്ലേറ്റിൻ്റെ എന്തോ സ്പെഷ്യൽ ഐറ്റമാ. ബാ നീലു. നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നതെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ സ്നാക്സ് എന്തൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ നോക്കി. ഇപ്പോൾ ഒന്നിങ്ങനെ ചോക്ലേറ്റ്സ്, പിന്നെ ജിഞ്ചർ ബ്രെഡ് മാൻ, പിന്നെ പ്രെറ്റ്സൽസ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സ്നാക്ക് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവർ മെയിനായിട്ട് ട്രൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പം നമ്മൾ പ്രെറ്റ്സൽസ് നോക്കി നടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും അടുത്ത ഷോപ്പിൽ നമ്മളത് ഇവിടെയുള്ളൊരു ഷോപ്പിൽ നമ്മൾ കണ്ടു പ്രെറ്റ്സൽസ്. അപ്പോൾ ആ പ്രെറ്റ്സൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിലത്തെ സ്റ്റോറി ഒക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നല്ല രസമാണ്. 6th and 7th സെഞ്ച്വറിയിലെ യൂറോപ്യൻ മോങ്സ് ഈ ലെഫ്റ്റ് ഓവർ ഡോവിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കിയ ഒരു സ്നാക്കാണ്. അതിലെ 3 ഹോൾസ് എന്താ ഫാദർ സൺ ഹോളി സ്പിരിറ്റ് അതാ കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. വേറെ കുറേ ഒരു രാജാവ് ഒരു ആളോട് ബേക്കറിനോട് 3 ഹോളിൽ നിന്ന് സൺലൈറ്റ് കാണുന്ന രീതിയിൽ ബേക്കിംഗ് എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാന്ന് പറയുന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചു, ബാലൊരു ഗ്ലൂ വൈൻ വാങ്ങിച്ചു. അതെങ്ങനെയുണ്ട്? അത്ര ഇല്ല, രസമുണ്ട്. നീനൊന്നും വേണ്ടേടാ, ഒന്നും വേണ്ടെന്നോന്. നീലു എന്താ വാങ്ങാൻ നിൽക്കുന്നേ? I want to buy waffles. But there is this dog who's sniffing my feet. ഈ കടയിൽ നിന്ന് വോഫിൾസ് വാങ്ങാൻ പോവാണ് നീല്. കാരണം അവിടെ ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ കാണാം അവിടെ ഒരു കൊച്ചു പിള്ളേർ ചോക്ലേറ്റ് വോഫിൾസ് തിന്നുന്നത്. അത് കണ്ടപ്പോൾ നീലിനൊരു കൊതി. അതുകൊണ്ട് ഓർഡർ ചെയ്തിട്ട് നീൽ കഴിക്കുന്ന കാണിച്ചു തരാം. നോക്കട്ടെ, കിട്ടിയിട്ട് പറയാം എങ്ങനെയുണ്ട് എന്ന്. എങ്ങനെയുണ്ടടാ? അത് ഇവിടെ വാഫിൾസ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് വെച്ച് കുറേ ഇതൊക്കെ ഉണ്ട്. സ്പൈസസിൻ്റെ ഒക്കെ ഉണ്ടപ്പാ. സ്പൈസസ് ഉണ്ട്, പിന്നെ മറ്റേ മേപ്പിൾ സിറപ്പിൻ്റെ മാത്രം ഉണ്ട്, പിന്നെ ഷുഗറിൻ്റെ മാത്രം ഉണ്ട്. കുറേ വെറൈറ്റി ഉണ്ട്. നീല ചോക്ലേറ്റ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ നടന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ സെക്കൻഡിലെത്തിയെന്ന് തോന്നുന്നു. സെക്കൻഡിലെത്തിയോ എടോ? ഇപ്പം തേർഡിലോളേ. ഇവിടെയും കുറേ ഷോപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ആർക്കും ഇപ്പം അങ്ങനെ വിശക്കുന്നില്ല. ക്യാൻറ്റീൻ്റെ ഷോപ്പുണ്ട്. ഇവിടുത്തെ കെട്ടിടങ്ങളാണ് ഇവിടുത്തെ ശരിക്കും അട്രാക്ഷൻ. ഭയങ്കര ഒരു ഇങ്ങനത്തെ ഇന്നലെ ആ സ്ട്രാസ്ബർഗിലും ഉള്ളതും ഇങ്ങനെ തന്നെ. പക്ഷേ കുറേ കെട്ടിടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനത്തെ ഉള്ളപ്പം ഒരു പ്രത്യേക ലുക്കാണ് അതിന്. ഇവിടുത്തെ ഒരു മെയിൻ ചർച്ചാണെന്ന് തോന്നുന്നു ഇവിടെ. ഇതിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ക്രിസ്മസ് മാർക്കറ്റില്ലേ, നമുക്ക് വേറെ 4ലും 5ലും പോകാനുള്ളത് ക്രിസ്മസ് മാർക്കറ്റ്. നമ്മൾ 1ഉം 2ഉം 3യും കഴിഞ്ഞു. 3യിൽ അത്ര ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളിത് ഈ ഷോപ്പിൽ ചുമ്മാ ഇതൊരു സ്ട്രീറ്റിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എത്രയാണ് പൈസ എന്നറിയില്ല. ജസ്റ്റ് ഒന്ന് പൈസ നോക്കിയിട്ട് ഷോളിനൊക്കെ. ഇത് 9, ഇത് 12 ഒക്കെയാണ്. ഈ കാണുന്നതാണ് 6 ബക്കറ്റ്സ് വെൽ. 6 ബക്കറ്റുകൾ കൊണ്ട് അറ്റ് എ ടൈം വെള്ളം കോരാൻ പറ്റുന്ന ഈ കിണർ 1579 ഉണ്ടാക്കപ്പെട്ടതാണ്. അന്നത്തെ കാലത്തെ ഒരു അത്ഭുതവും പിന്നെ സൊസൈറ്റിയുടെ ഒരു മെയിൻ കണക്റ്റിംഗ് പോയിൻറ്റും ആയിരുന്നു. ഇവിടുന്ന് കുറേ ലവ് സ്റ്റോറീസൊക്കെ ഉണ്ടായതുകൊണ്ട് ആളുകൾ ഒരു കാലം വരെ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സൊസൈറ്റിയിലെ ആളുകൾ വന്ന് ഇവിടുന്ന് വെള്ളം കുടിക്കുന്ന പതിവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഡ്രിങ്കബിൾ വാട്ടർ അല്ല, ഇങ്ങനെ ആളുകൾ ഒരു മോണ്യുമെൻ്റ് പോലെ വന്ന് കണ്ടുപോകുന്നു. ഈ ഷോപ്പിൻ്റെ മുന്നിലത്തെ ഡെക്കറേഷൻ കണ്ടോ? അതുപോലെ ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഈ ഷോപ്പിൻ്റെ മുന്നിൽ നോക്ക്, എത്ര വലിയ ഒരു ടെഡിയായിരിക്കുന്നേ. അടിപൊളി. അതാ നീല അവിടെ വേറൊരു ക്രിസ്മസ് ട്രീ കണ്ടു, പിങ്ക് കളറ്. അതാ പറയുന്നത് എന്നോട് വന്ന്. പിങ്ക് വേൾഡ് ആണോ? ഫുള്ള് പിങ്ക് കളറാണ് സാധനങ്ങൾ. പിങ്ക് വേൾഡ്. നീല ഈ ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ക്രിസ്മസ് മാർക്കറ്റിൽ ഒരു ട്രെയിനിൽ കയറാൻ വന്നതാണ്.
ഈ ക്രിസ്മസ് മാർക്കറ്റിൽ വരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഓൻ സ്റ്റാർട്ടിങ്ങിൽ അടി. ബൈ നീൽ, ബൈ. ഇതിങ്ങനെ വട്ടത്തിൽ ഇവിടെ കെട്ടത്തി കറക്കും, അത്രേ കിട്ടും. ഇതാണേലും പിള്ളേർക്ക് പറ്റിയ കുറേ സാധനങ്ങളുണ്ട്. വരുന്നുണ്ട് നീ ഓ, ഈ ക്രിസ്മസ് മാർക്കറ്റ് ഇത് 5ാമത്തെ ക്രിസ്മസ് മാർക്കറ്റ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രിസ്മസ് മാർക്കറ്റ് ഇൻ ഒബാഹ്നയിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്രിസ്മസ് മാർക്കറ്റ്. ഇത് ഭയങ്കര ചെറുതാട്ടോ, ഇതുവരെ വന്നതിൽ ഏറ്റവും ചെറുത്. ഒന്നുമില്ല, അങ്ങനെ 3-4 ഷോപ്പ് മാത്രം. എല്ലാവരും അടയ്ക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു അല്ലേ? നീലു എന്നാ ബൈ പറഞ്ഞു. ബൈ ഡാൻസ് ഉണ്ട് നീലിൻ്റെ വക. ബൈ 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 അപ്പാ. ബൈ ബൈ ഫ്രം ഒബാഹ്നൈ. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇവിടെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഓർത്തത്, ഞങ്ങൾ നാളെ എത്തിക്കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട് ജർമ്മനിയിൽ. അവിടെയും കൂടെ കാണിച്ചിട്ട് ബായ് പറയാം. ആ സ്ഥലത്തിൻ്റെ പേര് ഖേൽ എന്നാണ് ജർമ്മനിയിൽ. അങ്ങോട്ടേക്ക് അതും കൂടെ കാണിച്ചിട്ട് എന്നാൽ ബായ് പറയാം. നമ്മളിപ്പോൾ വന്ന സ്ഥലത്തിൻ്റെ പേരെന്താന്ന് പറഞ്ഞാൽ പോന്തു ഹാ. അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പേര്. RHI എന്നാണ്, പക്ഷേ ഫ്രഞ്ചിൽ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പോന്തു ഹാ എന്നാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്ഥലമാണിത്. അവിടെ നമ്മൾ ട്രാം ഇറങ്ങിയിട്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഫ്രാൻസിൻ്റെ ഒരു ടാങ്കൊക്കെ കണ്ടപ്പോൾ നീല അവിടെ വന്ന് കാണും. പിന്നെന്താ അത്? അങ്ങനെ പിന്നെ ഇതാണ് പോന്തുറ എന്ന് പറയുന്ന സ്ഥലം. ഇത് എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാൽ ഇപ്പം നമ്മൾ ഫ്രാൻസിലുള്ളത്. ഇപ്പോൾ അവിടെ കാണുന്ന ഒരു ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താൽ നടന്ന് നമ്മൾ ക്രോസ് ചെയ്യാൻ പോവാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അല്ലേ, നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്താൽ നമ്മൾ ഏത് കൺട്രിയിലേക്ക് എത്തും? എവിടെ? ജർമ്മനി. ഓ, ഇപ്പം എവിടെയാ നമ്മൾ? നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നീലപ്പം 6th കൺട്രിയിൽ ടിക്ക് ചെയ്യാൻ പോവാണ്. കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുന്നത്, നടന്ന് കയറുന്നത്, നീല് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ കയറുകയാണ്. ആ ബ്രിഡ്ജിൽ കയറി ഞങ്ങളിങ്ങനെ ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയിലേക്ക് നടക്കാൻ പോവാണ്. ഇതാണ് ആ ബ്രിഡ്ജ്. മൊത്തം ഞാൻ വായിച്ചപ്പം മൊത്തം 4 ബ്രിഡ്ജാണ് ഉള്ളത് ഇപ്പം. പണ്ട് 1338 ഫസ്റ്റ് ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നുള്ളൂ, ഈ സ്ട്രാസ്ബോർഗിനെയും ഈ കെലിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പം കെൽന്നാണ് പ്രൊനൗൺസ് ചെയ്യാന്നറിയില്ല. KEHL എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അത് ആദ്യം ഫ്രാൻസിൻ്റെ പാർട്ടായിരുന്നു. ഈ സ്ട്രാസ്ബോർഗിൻ്റെ ഒരു ഡിഫൻസ് ഇതായിട്ട് അവർ വെച്ചുകൊണ്ടിരുന്ന ഒരു പ്ലേസ് ആട്ടോ നീലു. കെൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഉണ്ടല്ലോ, ലോങ് ബാക്ക് ഇറ്റ് വാസ് എ പാർട്ട് ഓഫ് ഫ്രാൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ജർമ്മനിയുടെ പാർട്ടായത്. ആ ടൈമിൽ അവിടെ ഒരു ഫോർട്രസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിവിടെ എത്ര ടെമ്പറേച്ചർ എന്നറിയോ? -1 ഫീൽസ് ലൈക്ക് -2 ആണ്. ഇതാ വെള്ളം, ഇതെന്താ ഇതാ ഐസാണ്. വേണമെങ്കിൽ ഇങ്ങനെ സ്പീഡിൽ പോയ സ്കേറ്റ് ചെയ്യാന്നല്ലോ. അതാ പാല് പോയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളിയാണല്ലോ, കാണാൻ തന്നെ എന്ത് രസാ. ഈ ബ്രിഡ്ജൊക്കെ കാണാൻ അടിപൊളിയാണ്. ഈശ്വരാ, എൻ്റെ അത് തെന്നുന്നുണ്ട് കേട്ടോ നീലു. റൈൻ റിവർ. ഈ റൈൻ റിവറിൻ്റെ അപ്പുറത്തെ സൈഡ് അവിടെ കാണുന്നതാണ് സ്ട്രാസ്ബോർഗ്. ഇതാണ് കെൽ, ജർമ്മനി, സൗത്ത് വെസ്റ്റേൺ ജർമ്മനിയിലുള്ള കെൽ. അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിലൂടെയാണ്, ഇതിപ്പം ഒരു ബ്രിഡ്ജ്, ഇതുപോലെ മൊത്തം 4 ബ്രിഡ്ജ് ഉണ്ടെന്നാണ്
വായിച്ചത്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് നടന്ന് കേരളയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ റിവർ. ഈ റിവറിൻ്റെ തീരത്താണ് പോന്തോഹ്റ എന്ന് പറയുന്ന അവിടുത്തെ സ്ട്രാസ്ബർഗിലെ അവിടുത്തെ സ്ഥലവും കെൽ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഇവിടുത്തെ ഈ സ്ഥലവും. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് എക്സ്പ്ലോർ കെൽ. നമുക്ക് പോയി കെൽ കാണാം. സത്യം പറഞ്ഞാൽ കൈയൊക്കെ ഐസ് പോലെ അയക്കുന്നത്, ഭയങ്കര തണുപ്പ്. ഇന്ന് ഞങ്ങൾ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസമാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ പോലും ഇല്ല സ്ട്രീറ്റിൽ. അങ്ങനെ തീരെ ആൾക്കാർ കുറവാണ്. ഒരു ഓക്കെ സ്ട്രീറ്റ് അത്രയേ ഉള്ളൂ. പിന്നെ കുറേ നല്ല പൈസ ഡിഫറൻസ് ഉണ്ട്. സ്വിറ്റ്സർലാൻഡിനെ വെച്ച് നോക്കുമ്പോൾ സ്വെറ്ററൊക്കെ 29 യൂറോ അത്രയൊക്കെ ഉള്ളൂ. ക്യാപ്പച്ചിനോക്കെ ആകെ 2 യൂറോ. അങ്ങനെ ചീപ്പാണ്, പക്ഷേ ഒന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് ജസ്റ്റ് സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. ഫുഡും അങ്ങനെയൊന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില ബേക്കറീസ് തുറന്നിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നുമില്ല. സിറ്റി സെൻറ്റർ അങ്ങോട്ടേക്കാണ്. അതവിടെ എഴുതിയിട്ടുണ്ടല്ലോ, സിറ്റി സെൻറ്റർ കെയർ ഈ സെൻറ്റർ അവന്യൂ വെൽക്കം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ഈ ഹർഷ്ലിഷ് വിൽക്കോം എന്ന് വെച്ചാൽ എന്താടാ സ്ഥലത്തിൻ്റെ പേരാണോ? വാട്ട് ഡു യു തിങ്ക്? ഏറ്റവും ബ്യാവന്യൂവിൻ്റെ താഴെ എഴുതിയേക്കുന്നേ അതിന് മുന്നേ ഹർഷ്ലിഷ് എന്ന് വെച്ചാ വെൽക്കം. ഓ അറിയില്ല പോലും. ഒരു കഫേയിൽ കയറി ഇന്നൊരു ചെറിയ കോഫി ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നല്ല തണുപ്പ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നീലൊരു ഹോട്ട് ചോക്ലേറ്റും, പക്ഷെ ഒന്നും ഓപ്പൺ അല്ല അല്ലേ തങ്കം? ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഇവിടെ ഒരു പാർക്ക് കണ്ടത്. പാർക്കെന്ന് പറയാൻ മാത്രം ഇല്ല, 3-4 കമ്പിയും വളച്ചു വെച്ചിട്ടുണ്ട്, ഒരു സ്ലൈഡും ഉണ്ട്. നീലിനെന്താണേലും ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിൻ്റെ അടുത്തൊരു അടിപൊളി ചർച്ചുണ്ട്. ആ ചർച്ച് കാണാൻ വൻപൊളിയാണ്. അതുകൊണ്ട് ഈ കാണുന്ന ആ ചർച്ച്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് 2-3 ഫോട്ടോ എടുക്കണം എന്താണേലും. തണുക്കുന്നില്ലടാ കമ്പിയെ പിടിച്ചിട്ട്? ഇല്ല. അവിടെ അത് തുറന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ ആ കഫേ? അതിൻ്റെ അകത്ത് ആ കഫേയിൽ തുറന്നിട്ടുണ്ടെന്ന് തോന്നി. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാം. ഖേലിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ ഈ നഗരത്തിനെ പറ്റി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു ചെറിയ നഗരം, അധികമൊന്നും കാണാനൊന്നുമില്ല. ഇവിടെ വന്നപ്പം അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനുള്ള എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആ പാലമാണ്. അതായത് ഒരു പാലത്തിൻ്റെ ഒരു സൈഡ് ഒരു രാജ്യം, ഇപ്പുറത്തെ സൈഡ് വേറൊരു രാജ്യം. ആ എക്സൈറ്റ്മെൻറ്റാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശരിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബൈ ഫ്രം കെൽ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.